മുണ്ടക്കയം ഇക്കര ഭാഗമാണ്. പുഴയിൽ വെള്ളമൊക്കെ ആയോ നോക്കാം. മഴയൊക്കെ പെയ്യുമ്പോൾ കുറേ വെള്ളമൊക്കെ ആയി കേട്ടോ. ദൂരെ കല്ലേപ്പാലമൊക്കെ കാണാം. നമ്മൾ ഈ നാട്ടുമ്പുറം എത്തിക്കഴിയുമ്പോൾ ഇവിടുത്തെ റബ്ബർ തോട്ടം ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. എല്ലാം പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്തേക്കാണ് മഴക്കാലത്തും വെട്ടാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ഇടുക്കിയിലെ ഏലത്തോട്ടം പോലെയാണ് ഇവിടെ റബ്ബർ തോട്ടം. ഇപ്പം നമ്മൾ എരുമേലി എത്തിയേ. എരുമേലിയിപ്പോൾ ചെറിയ തിരക്കൊക്കെ ഉണ്ട്. ഈ മലയാള മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ശബരിമല നട തുറക്കുമല്ലോ. അപ്പം സ്വാമിമാരും അയ്യപ്പന്മാരൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് പോവേ. ശബരിമലയുടെ ആ സീസൺ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ സൂചി കുത്താനും ഇവിടെ ഇടയുണ്ടാവുമല്ലോ. അതുപോലെ ആളായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എരുമേലിലാണ്. എരുമേലിലെ ചെറിയ തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ വഴി അങ്ങനെ റാന്നി കോന്നി ആ റൂട്ടിലൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നേ. വരുന്ന വഴിയുള്ള കുറേ സീനറി കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു വന്ന് നമുക്ക് ഒരു ചെറിയ വ്ളോഗ് കണ്ടങ്ങ് പോകാവേ. എരുമേലിലെ കാഴ്ചകൾ കുറച്ച് കണ്ടിട്ടും കൂടെ പോകാം. ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഫോട്ടോ എടുക്കുന്നതിന് ഇവിടെ ഒരു ഫീസൊക്കെ ഉണ്ട്. അതൊക്കെ അടച്ച് നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോരാം. എരുമേലിയിലെ ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലൊക്കെ ഒരു നല്ലപോലെ ആളുണ്ട്. മനോഹരമായ ഒരു ഫോറസ്റ്റ് ആംബിയൻസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശബരിമലക്കാട് തന്നെ ഇതൊന്നും പറയേണ്ടി വരും. എരുമേലി റാന്നി റൂട്ടിലുള്ളൊരു ഫോറസ്റ്റ് മേഖലയാണ് ഇത്. സൂര്യപ്രകാശം പോലും ശരിക്കും കടക്കാത്തൊരു മേഖല എന്നൊക്കെ പറയാം. ഇത് എരുമേലി കഴിഞ്ഞ റാന്നി റൂട്ടിലുള്ള ചെറുവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ കാണുന്നതായിരുന്നു നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിലുള്ള സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഇപ്പോഴത്തുള്ള സ്റ്റാറ്റസ് ഒന്നും നമുക്കറിയത്തില്ല. ഈ ഒരു ഏരിയയിലായിരുന്നു വിമാനത്താവളം വരേണ്ടിയിരുന്നത്. ഇപ്പം നമ്മൾ എരുമേലി റൂട്ടിൽ നിന്ന് പ്ലാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ആ കാണുന്ന റോഡ് ചങ്ങനാശ്ശേരി പാല ആ റൂട്ടിലെല്ലാം കയറി പെരുമ്പാവൂർ അങ്കമാലി വരെ പോകുന്ന റോഡാണ്. ആ റോഡ് ഇങ്ങനെ വന്ന് പുനലൂരേക്കൊക്കെ പോകും. 150 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ നീളം കേട്ടോ. അതായത് അങ്കമാലിയിൽ നിന്ന് പുനലൂർ വരെ. ഈ റോഡ് കണ്ടോ, നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു റോഡെന്ന് പറയാൻ ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് പുനലൂർ 60 കിലോമീറ്റർ, പത്തനംതിട്ട 48 കിലോമീറ്റർ, കോന്നി 31 കിലോമീറ്റർ, പത്തനംതിട്ട 29 കിലോമീറ്റർ. അപ്പം നമ്മൾ റാന്നി ടൗണിലേക്ക് എത്തി കേട്ടോ. ഇപ്പം നമ്മൾ റാന്നിയിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ച് നല്ല ഇനി യാത്ര തുടങ്ങുവാണ്. കോന്നി റൂട്ടിലേക്ക് പോവുകയാണ് നമ്മൾ. ആ ഭാഗത്തുള്ള എന്തെങ്കിലും കാഴ്ചകൾ കിട്ടുമോ നോക്കാം. മണ്ണാനക്കുളത്തിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലുള്ള വഴിയാണ് ആ കാണുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കോന്നി എത്തി കേട്ടോ. ഇപ്പോൾ കുറച്ച് നമ്മൾ മുന്നോട്ട് കയറി വന്നു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആനക്കൂടുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാവേ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ്. ആനക്കൂട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കുറേ ആനകളെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് അങ്ങോട്ടുള്ള എൻട്രൻസ് കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തൊക്കെ വേണം കയറി പോകാനായിട്ട്. കോന്നിയിലെ ആനക്കൂട്. ആനകളൊക്കെ ചട്ടം പിടിപ്പിക്കുന്ന ഈ കൂട്ടിലാണ് കേട്ടോ. സ്ഥാപിതം 1942. 1942 എന്ന് പറയുമ്പോൾ എത്ര വർഷമായല്ലേ. നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ ഇവിടെ കൊണ്ടുവരാനായിട്ടൊക്കെ ഇരുന്നായിരുന്നേ. പക്ഷേ
എന്നെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഉണ്ട് ഈ കൂട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഇതിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഉണ്ട് കേട്ടോ. അതിനെ നമുക്ക് കാണാം അപ്പുറത്തോടെ ചെല്ലുമ്പോൾ. കോന്നിയുടെ ആന പരിപാലന ചരിത്രം ഏകദേശം 1810 മുതലാണ് കോന്നിയിൽ ആനപിടുത്തം ആരംഭിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങളിങ്ങനെ പോസ് ചെയ്ത് വായിച്ചോട്ടോ. കൂടിൻ്റെ ഒരു ചരിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും പോസ് ചെയ്ത് വായിച്ചോളുക. മുത്തശ്ശിയൊക്കെ ഉണ്ടോ? അതൊരു കൊച്ചു പയ്യനും കൂടെ ഉണ്ടേ, സ്കൂളിൽ പോകാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു പിള്ളേർക്ക് കളിക്കാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു പാർക്കായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞാനയുണ്ട് കേട്ടോ, ഇവിടുത്തെ കൊച്ചയ്യപ്പൻ. അവൻ ഇങ്ങോട്ട് വരുന്നില്ല, നിൽക്കുന്നുണ്ട്. ഇതാണ് പിള്ളേരുടെ കളിസ്ഥലം. കുറച്ച് റൈഡുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടേ. കുട്ടികളുടെ പാർക്ക്, കുട്ടികൾക്ക് മാത്രമാണത്. ഒരു എലിഫൻറ്റ് മ്യൂസിയം ഒക്കെ അവിടെ ഉണ്ടേ. നമുക്ക് ഈ വഴി മുകളിലോട്ട് പോയിട്ട് അവർ മ്യൂസിയത്തിൽ കൂടെ മാത്രമേ നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെങ്ങനെയാണെന്ന് നോക്കി, ഗ്രില്ല് കൊണ്ടൊരു ആന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എക്കോ ടൂറിസം കോന്നി എന്നായി എഴുതിയേക്കുന്നു കേട്ടോ, ഈ ചെടികൾ കൊണ്ട്. എലിഫന്റ് മ്യൂസിയം. പാദരക്ഷകൾ ഇവിടെ പുറത്തിടുക. ഒരു കുഞ്ഞാനെ കണ്ട. അപ്പോൾ മ്യൂസിയത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ആനയുടെ ഒരു ശില്പം ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആനകളുടെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ആനയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും അതിനുപയോഗിക്കുന്ന മറ്റ് തോട്ടി ഇത് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പണ്ടൊക്കെ ആനയൊക്കെ കാലിലൊക്കെ വെച്ച് പിടിക്കുന്നതൊക്കെ ആയിരുന്നു. ഇതൊന്നും ഇപ്പോൾ ഇല്ല തോന്നുന്നു. പിന്നെ ഇതാ ആനയുടെ പല്ല്, താടയല്, മസ്തകം, തലയോട്ടി. ആനയുടെ വലിയൊരു ഇത് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ എന്നുവെച്ചാൽ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒറിജിനലായിട്ടുള്ള ആനയുടെ എല്ലുകൾ തന്നെയാണെന്ന് തോന്നുന്നു. അവയല്ലേ കൊമ്പൊക്കെ അവർ പിന്നീട് എന്തോ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം ഏകദേശം ഒറിജിനലാണേ. ആനയെ കൊണ്ട് തടി പിടിപ്പിക്കുന്നു, തടി കയറ്റുന്നു, ലോറിയിൽ അത് കയറ്റിക്കൊണ്ടു പോകുന്നു. ഇപ്പുറത്ത് ഒരു ഏറുമാടവും ഒക്കെ കൂടെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നു. ഇതിൻ്റെ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇത് നമുക്ക് മുകളിലായിട്ട് പോയി ജീവനുള്ള ആനയെ കാണാം. ഇവിടെ ഒരു കോഫി ബാർ ഒക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം, വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ മുകളിലേക്കുള്ള വഴി ഇതാണ്. ഇതിലേ നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആനകൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റുക. മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗം ഇവിടാണ് കേട്ടോ. ഇവിടെയും പാദരക്ഷകൾ പുറത്തിടുക. എലിഫൻറ്റ് ആർട്ട് ഗാലറി. ആർട്ട് ഗാലറിയാണ്. ആനയെ ചൂരൽ കൊണ്ടും ഒക്കെ ചെയ്തേക്കുന്നുണ്ടോ. മരം കൊണ്ടും ചൂരൽ കൊണ്ടും തടി കൊണ്ടും. എലിഫന്റ് ഷെൽട്ടർ.
കുറേ ആൾക്കാരുണ്ട് അവിടെ കേട്ടോ, അങ്ങനെ കാണാനും അടുത്തൊന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നു ആനകളൊക്കെ. ഇപ്പോഴവരുടെ ബ്രേക്ക്ഫാസ്റ്റ് സമയം തോന്നുന്നു. പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുവാണേ. ഇതിൻ്റെ പേര് ഈവ, 22 വയസ്സ്, മലയാറ്റൂർ ഡിവിഷനിൽ കോനോട് റേഞ്ചിൽ ഏറുമുഖത്ത് നിന്നും 2003 ലഭിച്ചു. ഈവ എങ്ങനെ ഫുഡൊക്കെ അടിച്ച് നിൽക്കുകയാണ്. പ്രിയദർശിനി, വയസ്സ് 40, കോന്നി ഡിവിഷനിൽ നിന്നും മണ്ണാപ്പാറ റേഞ്ചിൽ നിന്നും പാലക്കുഴിയിൽ നിന്നും 1992 ലഭിച്ചു. പുള്ളിക്കാരിയും ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മീനാകുമാരിയെ കാണാം. മീനാകുമാരിയും ഫുഡടിക്കാൻ മാത്രമല്ല, ഫുഡ് വാരി പുറത്തിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടോ പുറത്ത് പുല്ല് വാരിയിട്ടേക്കും. മീനയ്ക്ക് വയസ്സ് 33, കോന്നി ഡിവിഷനിൽ മണ്ണാർപ്പാറ റേഞ്ചിൽ നിന്ന് തുറയിൽ നിന്നും ലഭിച്ചു 1991. കൂടുകളൊക്കെ ഉണ്ട്, അങ്ങോട്ട് ആനയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ഇതാരാണ് നോക്കാം. കൃഷ്ണ, 11 വയസ്സ്, തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിൽ നിന്നും 2014 ലഭിച്ചു. അപ്പോൾ കൃഷ്ണ കുളിയാണ്. മറ്റുള്ളവരെല്ലാം ഫുഡ് കഴിക്കുക, ഇത് മാത്രം കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സലാമൊക്കെ തന്നു. ഇപ്പോൾ പുല്ല് കിട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അവരെല്ലാം ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ മാത്രം കഴിക്കാണ്ടിരിക്കുകയാണ്. ശരിക്കും 1, 2, 3, 4 ആനയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഇത് കുഞ്ഞായിട്ടുള്ള ആനേനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുവിടാനുള്ള കൂടാണ് കേട്ടോ, ചെറിയ ആനകളൊക്കെ കിട്ടിയാൽ. അപ്പം കോന്നി ആനക്കൂട്ടിലെ ആനകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് എന്താണ് കാഴ്ചകളൊക്കെ ഉള്ളത് നോക്കാം. ഇവിടെ കാണാനൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട്. ഇവിടേക്ക് പല പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത്. എന്തായാലും ആനയെ കാണുക എന്നുള്ളൊരു നല്ലൊരു കാഴ്ചയാണ്. അല്ലെങ്കിൽ ഇതിനെ കാണാൻ നമ്മൾ കാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം, വല്ല ഉത്സവമൊക്കെ വരണം. ഇവിടെ നമുക്ക് കുറച്ച് അടുത്തായിട്ടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി ഇനി വേറെന്താ കാഴ്ചയുള്ളത് നോക്കാം. ഇവിടെ ഒരു അശോകവനമുണ്ട് കേട്ടോ, കുറേ അശോകച്ചെടികളല്ലല്ലോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഇവിടെ കുറേ ബെഞ്ചുകളൊക്കെ ഇട്ട് ഈ ചെടികളുടെ തണലിലൊക്കെ ഈ വെയിലത്തൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കാനൊരു പ്രത്യേക സുഖമാണേ. അശോകവനം തന്നെ കേട്ടോ. ഇവിടെ അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്, പോസ്റ്റ് ചെയ്ത് വായിച്ചോളുക. ഇത് കണ്ടോ, ഈ നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖമായിരിക്കും അല്ലേ. ഇതാണ് അശോകം ചെടി. അശോകം തന്നെ. ഇതിൽ ഇടയ്ക്ക് മുട്ടിനൊക്കെ പൂക്കളൊക്കെ ഉള്ളേ, ചില സമയത്ത് നിറച്ചങ്ങ് കായ്ക്കും. ഇവിടെ ഇരുന്ന് നമുക്ക് ആനയെ കാണാം കേട്ടോ, മുകളിലതാ നിൽക്കുന്ന ആനയൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അശോകവനത്തിൽ നിന്നും പുറത്തേക്ക് പോകാം. അപ്പുറത്ത് വേറെ എന്തെങ്കിലും കാഴ്ച ഉണ്ടോ എന്ന് നോക്കാം, അതുകൂടെ കണ്ടിട്ട് പോകാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചല്ലായിരുന്നു, പുനലൂർ പോയി തെന്മല ഡാം അങ്ങോട്ടൊക്കെ പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കോന്നി വന്നപ്പോൾ തന്നെ 12 മണിയായി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ കുറേ സമയം പിടിക്കും. മാത്രമല്ല മഴയുടെ മോട ഭയങ്കരമായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല മഴയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടോട്ടൊരു അവിടെ 3D തിയേറ്റർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. 3D തിയേറ്ററിലേക്ക് സ്വാഗതം. ഫോറസ്റ്റുകാർ അവിടെ എന്തൊക്കെയോ രാവിലെ ഡ്യൂട്ടിയിലൊക്കെ കയറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു. തുളസി വനമുണ്ട് കേട്ടോ, കുറേ തുളസി ചെടികളുണ്ട്. കുഴിമുണ്ടാൻ തുളസി, അഗസ്ത്യ തുളസി, അങ്ങനെ കുറേ ഉണ്ടേ. മഞ്ഞൾ തുളസി. ഇവിടെ നല്ലൊരു കൂട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കും. ഇതിന് മുകളിൽ കൂടെ ഒരു ചെടി കയറ്റി വിട്ടിട്ടുണ്ട്. എന്താണെന്നല്ല, വാഷം ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഒരു പൂച്ചെടിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടോ അതിൽ. വട്ടം ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞ് വരാം. അതാണ് 3D തിയേറ്ററിലേക്കുള്ള
എൻട്രൻസ് 3D തിയേറ്ററിൽ നമ്മൾ കയറുന്നില്ല. ഒരു പുറത്തുനിന്നൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. ഒരു ക്വാർട്ടേഴ്സൊക്കെയാണ്. ത്രീ ഡി തിയേറ്റർ മിക്കവാറും മൃഗങ്ങളുടെ ഒക്കെ 3D സിനിമയായിരിക്കും ഇതിനകത്ത് വരുമല്ലേ. അവിടെ ടിക്കറ്റ് കൗണ്ടർ. അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല, അത് നമ്മൾ ചോദിച്ചില്ല കേട്ടോ. ഇവിടെയും കുറച്ച് അശോക ചെടികൾ നിൽപ്പുണ്ടേ. ഇതിൽ പൂവൊന്നുമില്ല. ഇത് ചുവന്ന പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഇവിടെ നമ്മൾ പുറത്തേക്ക് പോകുമ്പം ഈ ചുവരിൽ കൂടെ കുറേ മൃഗങ്ങളുടെ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ശില്പി വരച്ചതാണ്. ഓരോന്നിനും പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ. നമ്മളാ നമ്മളെ എന്താ പറയുക, അപ്പുറത്തെ പിള്ളേരുടെ കളിക്കളത്തിലേക്ക് അത് പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഗേറ്റാണല്ലോ. ഇവിടെ ഗേറ്റ് ഇട്ടിരിക്കുക. നമ്മൾ അപ്പുറത്തെ വഴിക്കോട്ട് തന്നെ തിരിച്ചിറങ്ങി വരണം കേട്ടോ. കൊട്ടവഞ്ചി കൊണ്ടൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ അവിടെ. നമുക്ക് അടവി വരെയും കൂടെ ഒന്ന് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാൻറ്റീനിലെത്തി ചായയൊക്കെ കുടിച്ചിട്ട് പോകാം. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ അടവിയിലെ കൊട്ടവഞ്ചിയൊക്കെ വെച്ചേക്കുണ്ട്. അത് വെച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫോട്ടോ പോയിന്റ് നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനം പോലെ ഉണ്ടാക്കിയേക്കുക. പിള്ളേർക്ക് കളിക്കാനുള്ള സംവിധാനം കണ്ടോ. ഒരു കൊട്ടവഞ്ചി ഇരിപ്പിടാം കേട്ടോ. അപ്പോൾ ഈ കോന്നിയിലെ ആനക്കൂട്ടിലെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നല്ല അടവി ഭാഗത്തേക്ക് പോകാം. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ കുറേ കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാവേ. ഇവിടെയുള്ള കൊച്ചയ്യപ്പനാണ് കേട്ടോ. 2 വയസ്സേ ഉള്ളേ. അവനെങ്ങനെ സ്റ്റേഡിയമായിട്ടേക്ക് കൊച്ചയ്യപ്പ നീ എന്നാ എടുക്കും. കൊച്ചയ്യപ്പന് കൂട്ടായിട്ട് ഒരു കാക്ക പറന്നു പോയി. ഇല്ല, അവൻ അവിടെ വന്ന് ഇരിക്കുക. കൊച്ചയ്യപ്പൻ മെല്ലെ കുഞ്ഞ് തുമ്പിക്കൈയൊക്കെ വെച്ച് പുല്ലൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഓരോന്നോരോന്ന് തപ്പിപ്പറക്കുന്നു നോക്കി. കൈ കിട്ടുന്നൊന്നുമില്ല. എടുക്കുന്നു, കാലയിലടിക്കുന്നു, കണ്ണടച്ച് പിടിച്ചേക്കുവാണോ. ഇന്നാൾ കണ്ടതിനെക്കാട്ടി ഇച്ചിരി കൂടെ വലുതായി കേട്ടോ. ഇവനെ എവിടുന്നാ കിട്ടിയെന്ന് നോക്കാം നമുക്ക്. കൊച്ചയ്യപ്പൻ 19/8/2021 റാന്നി ഡിവിഷൻ ഗൂഡ്രിക്കൽ റേഞ്ച് കൊച്ചാണ്ടി കിളിയൻ ഞാൻ ഭാഗത്തു നിന്നും ലഭിക്കുമ്പോൾ ഡോക്ടർ കണക്കാക്കിയ ഏകദേശം പ്രായം 1 വയസ്സ്. 2021 രാവിലെ കോന്നി ആന പരിപാലന കേന്ദ്രത്തിൽ എത്തിച്ചു. അതാണപ്പോൾ കൊച്ചയ്യപ്പൻ്റെ ഒരു ഹിസ്റ്ററി. കോന്നി ടൗണിൽ പള്ളിയുണ്ടോ. ഞാൻ കുറച്ച് കടന്നു കഴിഞ്ഞാൽ പള്ളി കണ്ടത്. പക്ഷേ ഇവിടുന്നാണെങ്കിലും കാണാൻ വളരെ മനോഹരമാണ്. വലിയൊരു സിമിത്തേരിയും ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളികളാണ് കേട്ടോ. ഇപ്പം നമ്മൾ ആനക്കൂടിൻ്റെ അവിടെ ഇങ്ങോട്ട് വന്നു കേട്ടോ. മിനി സിവിൽ സ്റ്റേഷനൊക്കെയാണ്. ഇവിടുന്ന് ഇനി നമ്മൾ നേരെ കിടക്കുന്ന വഴി, ഈ വഴിക്ക് തന്നെ നേരെ കേട്ടോ അടവിക്ക് പോകുന്നത്. ചെന്ന് കഴിയുമ്പോൾ ക്രോസ് ആയിട്ട് ജംഗ്ഷൻ വരും. അവിടുന്ന് നേരെ പോകണം. അത് അടവി എക്കോ ടൂറിസത്തിലേക്കുള്ള വഴിയാണ്. കോന്നി ടൗണാണ്. ഈ കോന്നി ടൗണിലെ ബസ് സ്റ്റാൻഡ് മാത്രം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് നോക്കി, ഒരു കുഞ്ഞ് ബസ് സ്റ്റാൻഡ്. എന്തുമാത്രം ബസ്സുകൾ വന്ന് കയറി ഇറങ്ങി പോകുന്ന സ്ഥലമാണ്. ഇവിടുന്നാണ് കേട്ടോ തിരിയുന്നത് കേട്ടോ. ആ വലത്തോട്ട് കിടക്കുന്ന വഴി ആനക്കൂടിന് പോകുന്നത്. നേരെ കിടക്കുന്ന പുനലൂർ, ഇടത്തോട്ടുള്ള വഴി അടവി ഭാഗത്തേക്ക് പോകുന്നതാണ് കേട്ടോ. കോന്നി ടൗണ് കേട്ടോ. അവിടെ നല്ല തിരക്കുള്ള ഭാഗം ഇവിടെ കേട്ടോ. നല്ല ബാഗുകൾ ഇഷ്ടം പോലെ തൂക്കിയിട്ടേക്കുന്നുണ്ടോ. ഇപ്പോൾ സ്കൂൾ സീസൺ ആയതുകൊണ്ട് ബാഗ് കച്ചവടമാണ് മെയിനായിട്ട്. കുറേ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് കേട്ടോ, സവോളയ്ക്ക് കിഴങ്ങിനൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. വിലയല്ല കിഴക്കൊക്കെ വിലയല്ല. 2 കിലോ 100 രൂപ കേട്ടോ ഇതൊക്കെ. ഇപ്പം നാട്ടിൻപുറത്ത് വന്നാൽ പച്ചക്കറിക്കൊക്കെ നല്ല വിലക്കുറവാണ്. നമ്മുടെ ഹൈറേഞ്ചിൽ നല്ല വില. വനത്തിനുള്ളിലുള്ള യാത്രയാണ് ഇപ്പോൾ കേട്ടോ. മൊത്തത്തിൽ തേക്കുംകൂപ്പാണേ. അപ്പം നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ വഴി സൈഡിലൊരു സംഭവം കണ്ടേ.
ഇതെന്നാ നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇഞ്ച ചവച്ചിട്ടിരിക്കുന്നവര്. ഇത് വിൽക്കാനാണോ? ആ, എന്നാ വിലയൊക്കെ ഉണ്ടോ അതിന്? ആ, ഇഞ്ച വെച്ചിട്ടേക്കുന്നുണ്ടോ? വലുത് ഈ കിടക്കുന്നതിന് ഇഞ്ച നല്ല കേട്ടോ. മേല് തേച്ച് കുളിക്കാനൊക്കെ ഭയങ്കര ഔഷധമുള്ള സാധനമാണ്. 200 രൂപ 100 രൂപ. നമ്മൾ കോന്നിയിൽ നിന്ന് വന്ന റോഡാണ് കേട്ടോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനിയിപ്പം കണ്ണിത്തോടൊക്കെ പോകുന്ന വഴിയാണിത്. ഇവിടെ വഴി സൈഡിലൊരു കുടുംബശ്രീയുടെ ഒരു കഫ്റ്റീരിയൊക്കെ ഉണ്ടേ. ഊണൊക്കെ ഇവിടെ കിട്ടും. ആ വഴി നമ്മൾ ഈ കാട്ടിനുള്ളിൽ കൂടെ കുറേ കൂടെ മുന്നോട്ട് പോകണം. എന്താ വനമെന്ന് നോക്കിയേ, നല്ല കിടുക്കം വനം, ചെറിയ തേക്കും കാട്. നമ്മൾ വന്നപ്പോൾ ഇതാ വഴിക്കൊരു മാങ്ങാ കച്ചവടം. മാങ്ങാപ്പഴം കിലോ 40 രൂപ. മാങ്ങാപ്പഴം എന്നാ വില? ഓൺലൈനിലാണോ? അല്ല, ഇതില് പറഞ്ഞാൽ മതി. കിലോ എത്രയാ? കിലോയാ? ആ, 1.5 കിലോ 100. 1.5 കിലോ 100. അപ്പോൾ ലാഭം തന്നെ. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ട്രീ ടോപ്പ് ബാംബു ഹട്ട്. അത് ഇതിലെയാണ് കേട്ടോ വഴി. പോയി നോക്കാം അവിടെ എന്താണ് കാണാനുള്ളത് നോക്കാം അല്ലേ. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഒരു പാലമൊക്കെ നിർമ്മിച്ചേക്കും, കലിങ്ക് പാലം. ഇതുണ്ടോ, ഫെൻസിങ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ടോ. ആനയൊക്കെ ഉള്ള കാടാണ് ഇത് കേട്ടോ. ആന ഉള്ള കാടാണ്. അവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. ആനയാണോ? അല്ല, ഇതൊരു കറുപ്പ് കിടപ്പ്. ഞാൻ ഓർത്ത് ആനയാണ്. ബാംബു ഹട്ടിൻ്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ടേ, വെള്ളം കുടിക്കാം. നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് ബാംബു ഹട്ട് കാണാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇതാ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഗേറ്റ് അവിടെ ആരോട് ചോദിക്കാതെ നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത് ശരിയല്ലല്ലോ. അത് കാരണം പിന്നെ നമ്മൾ അവിടുന്ന് റിട്ടേണിങ് പോരുവാണേ. കാരണം കുറച്ചങ്ങോട്ട് നടക്കാനുമുണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് കയറി പോകാനുമുണ്ട്. അവർക്ക് താമസിക്കാനായിട്ട് ആൾക്കാർ വന്ന് ബുക്ക് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു താല്പര്യമുള്ളൂ. ഞാൻ ഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചപ്പോൾ ചോദിച്ചാൽ റൂമിനാണോ എന്ന് ചോദിച്ചു. അത് റൂമിനല്ല, നമ്മളൊന്ന് കണ്ടിട്ട് പോകാനാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചേരം പുറത്ത് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാഫൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവർ കാണാൻ കയറിപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടത്തൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളായാലും റിട്ടേൺ പോന്നു. നമുക്ക് അപ്പുറത്ത് പോയി അടവിയിൽ മറ്റേ അപ്പുറത്ത് വെള്ളച്ചാട്ടമുണ്ട്, അതൊക്കെ കണ്ടിട്ട് വരാവേ. ഇവിടെ നമുക്കൊന്ന് പോയി നോക്കാം. വെള്ളം, പുഴയിലെ വെള്ളമൊക്കെ ഒന്ന് കാണാമല്ലോ. കുറവായിരിക്കും, മഴ അത്ര കാര്യമായിട്ടൊന്നും പെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടേ. ആ, പുഴയിൽ വെള്ളം കുറവാണ്. ഇതിലേ ഉണ്ട് വഴി. പുഴയിൽ കുറേ ആൾക്കാരൊക്കെ ചാടിയിട്ടുണ്ടാവും. കോന്നിപ്പുഴയല്ല അല്ലേ, തണ്ണിത്തോട് പുഴയോ അങ്ങനെ പറയാൻ പറ്റൂ. വെള്ളം തീർത്ത് കുറവാണ്. അല്ലെങ്കിൽ ആ കൊട്ടവഞ്ചിയൊക്കെ ഇപ്പോൾ ഇതിൽ വരുന്ന നമുക്ക് കാണാമായിരുന്നു. ഇവിടെയും ഉണ്ട് കേട്ടോ, നമ്മളെ ഗുണാക്കേവിലെ പോലെ മരത്തിൻ്റെ വേര് കേട്ടോ. ആ ഒരു വലിയ മരത്തിൻ്റെ വേരായി കാണുന്നതല്ല. പക്ഷെ ഇതൊക്കെ അറിയുന്ന ഫോട്ടോ എടുക്കാനൊന്നും ആരുമില്ല. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ കാഴ്ചകളുള്ളൂ കേട്ടോ. നമുക്ക് അപ്പുറത്ത് ആ കൊട്ടവഞ്ചിയുടെ അവിടോട്ട് പോകാം കേട്ടോ. കുറച്ച് യാത്ര ഉള്ളതെന്നാണ് പറഞ്ഞത്. കൊട്ടവഞ്ചിയുടെ ഷോർട്ടായിട്ടുള്ള ദൂരം വരാനായിട്ട് തോട്ടിൽ വെള്ളം കുറവായതുകൊണ്ട്, എന്നാലും ഉള്ളതൊന്ന് കണ്ടുവരാം. കാനന ഹോട്ടൽ. ഇപ്പോൾ നമ്മൾ മണ്ണീറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. ഇനിയിപ്പോൾ കുറച്ച് നടന്നാണ് പോകണ്ടേ. അപ്പോൾ നമുക്ക് നടന്നു പോയി അത് കണ്ടിട്ട് വരാം.
ഏറ്റവും കൂടുതൽ തേക്കുള്ള ഏരിയ ആണ് കേട്ടോ ഈ കോന്നി അടവിയൊക്കെ. ഏറ്റവും നല്ല തേക്കും. ഇതൊന്നുമല്ല, ഇപ്പൊ നല്ല അടിപൊളി മഴ വരുന്നുണ്ടേ. ഒരു ബസ്സിന്റെ വരവുണ്ടോ, ബ്ലൂ ഫീൽഡ്. പുറകിൽ വണ്ടിയുണ്ടോ? നല്ല അടിപൊളി റോഡും നല്ല വനവും. വനത്തിന്റെ ഒരു ഭംഗിയുണ്ടോ? അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന റോഡ് അതിനെക്കാട്ടി അടിപൊളി. തണ്ണിത്തോട് മൂഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തി കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് വഴി തിരിയുന്നുണ്ടേ. ചിറ്റാറ് 11 കിലോമീറ്റർ, കരിമന്തോട് 7 കിലോമീറ്റർ, അതൊക്കെ റൈറ്റിലോട്ടാണ്. ലെഫ്റ്റിലോട്ടുള്ളത് തണ്ണിത്തോട്, ശരിയായ തണ്ണിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി 4 കിലോമീറ്റർ ഉണ്ട്. ആലുവാക്കുടി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടിനുള്ള ക്ഷേത്രമുണ്ട്. അത് ഇതാണ്ട് ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ, അങ്ങ് വലത്തോട്ടുള്ള വഴി. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. പിന്നിതാ ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ റിസോർട്ടാണോ വീടാണോ എന്തോ പണിയുന്നുണ്ട് കേട്ടോ. വെള്ളം വീഴുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടേ. ഒരു കുടംപുളി നിൽക്കുന്നുണ്ടോ, കുടംപുളി. ഇവിടെ കുറേ ഉണ്ടത്. ഒരുപാട് വെള്ളമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ദയവായി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യരുത്. കോഴി കാട്ടുകോഴിയാണോ നാടൻ കോഴിയാണോ കൂവുന്നത്? ഇപ്പം ഇവിടെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്. പുളിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. ഇപ്പം നിലവിൽ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. വെള്ളം കുറവായതുകൊണ്ട് കാഴ്ചക്കാർ കുറവാണ്. ഇവിടെ പുതിയ എന്തോ ഒരു സംരംഭം വരുന്നുണ്ടെന്ന് തോന്നുന്നേ. പില്ലറൊക്കെ വാർത്തിട്ടേക്കുന്നുണ്ടോ. കടയോ എന്തെങ്കിലും ആയിരിക്കും. വെള്ളം നല്ലപോലെ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ ഒത്തിരി ആൾക്കാർ വരുവേ. മണ്ണിറ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. ആ ഒരു മരത്തിൻ്റെ വലിയൊരു മരമാണ്. അതിൻ്റെ വേരാണ് ഇങ്ങനെ യക്ഷി എന്താ മുടി കഴിച്ചിട്ട് പോലെ. അതിലെ വേണേൽ മോളിൽ കയറി പോകാം. പക്ഷെ മോളിൽ കയറി പോയാലും ഉണ്ടല്ലോ, മുകളിലും അധികം വെള്ളമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മുകളിൽ കയറി പോയിട്ട് കാര്യമില്ല. ഒരു തോർത്തൊക്കെ എടുത്തോണ്ടെന്ന് അവിടുന്ന് കുളിക്കായിരുന്നല്ലേ. ചെറിയ രീതിയിൽ ഇവിടുന്ന് വെള്ളം ഒഴുകി താഴോട്ട് പോകുന്നുള്ളേ. ഈ എക്കോ ടൂറിസത്തിൻ്റെ എൻട്രൻസിലുള്ളൊരു സംഭവം കണ്ടോ. ഇപ്പോൾ നമ്മൾ അടവി കൊട്ടവഞ്ചി സവാരിയുടെ എൻട്രൻസിലാണ് നിൽക്കുന്നത് കേട്ടോ. താഴോട്ട് പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടുവരാവേ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. ടിക്കറ്റ് ഉണ്ടോ സാറേ? ടിക്കറ്റ് ഉണ്ടോ? എൻട്രൻസ് ടിക്കറ്റ് ഉണ്ടോ? എൻട്രൻസ് ഇല്ല. ഇപ്പോൾ എൻട്രൻസ് ടിക്കറ്റ് ഇല്ല കേട്ടോ. ഇവിടെ മെയിനായിട്ട് കൊട്ടവഞ്ചി സവാരിയാണ് കേട്ടോ. കംപ്ലൈൻ്റ് ആയ കൊട്ടവഞ്ചികളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കൊട്ടവഞ്ചി കൊണ്ട് തന്നെയുള്ള പല പല സംവിധാനങ്ങളിവിടെ ഉണ്ട്. ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. മഴയൊക്കെ നനയാതെ നമുക്ക് ഇതിൽ വീട്ടിലിങ്ങനെ ഇരിക്കാം. നല്ലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഈ കൊട്ടവഞ്ചിയുടെ നിർമ്മാണമൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈറ്റ കൊണ്ടും മുള കൊണ്ടും ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരുപാടെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊട്ടവഞ്ചി സവാരിക്കൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ. ഹായ്. ഇങ്ങോട്ടിറങ്ങിയപ്പോൾ ആ വനത്തിൻ്റെ ഒരു ഭംഗിയുണ്ട്. എന്താ ഒരു പച്ചപ്പും ഒക്കെ ആയിട്ട്. ലൈഫ് ജാക്കറ്റുകൾ. ഇപ്പോൾ ഇവിടെ കുറഞ്ഞ ദൂരത്തിലുള്ള സവാരി ഉള്ളൂ കേട്ടോ. ദൂരം കൂട്ടിപ്പോകാനായിട്ട് വെള്ളമില്ല.
കുറച്ച് ആൾക്കാരൊക്കെ സവാരി പോയിട്ടുണ്ട് കേട്ടോ. കൊട്ടവഞ്ചി കിടക്കണം. ഇതിലിപ്പോൾ 4 പേർക്ക് ഇരിക്കാതെ, ഒന്നത് തുഴയുന്ന ആൾക്കും. ഇതിനൊക്കെ പ്രത്യേക പരിശീലനം വേണം. കർണാടകത്തിലെ ഹൊക്കനങ്കൽ എന്ന് പറഞ്ഞൊരു നദിയും ഒരു ഡാമും ഒക്കെ ഉണ്ട്. അവിടെയാണ് മെയിനായിട്ട് കൊട്ടവഞ്ചിയുടെ സവാരിയൊക്കെ ഉള്ളത്. അവിടെ ഉള്ളവരാണ് ഇവിടെ വന്ന് ഇവരെ പരിശീലിപ്പിച്ച് ഇവിടെയുള്ള ആൾക്കാരിപ്പോൾ ഇത് തുഴയുന്നു കേട്ടോ. കാടിനെ നമ്മൾ എത്ര നല്ല രീതിയിൽ പരിപാലിച്ച് നിലനിർത്തുന്നു അതിനനുസരിച്ച് ആ വനത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് അപാരം തന്നെ കേട്ടോ. ഇവിടെ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് അവർ ഉണ്ടോ ഈ ചാക്കിനകത്ത് മണ്ണ് നിറച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെ. എന്നാലേ അവിടെ കുറേ വെള്ളം കാണത്തുള്ളൂ. കുറച്ചെങ്കിലും ഈ കൊട്ടവഞ്ചി ഇതിലെങ്ങനെയിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. ആഹാ ഈ വെള്ളം താഴോട്ട് ഒഴിച്ചെന്നാണ് നമ്മൾ ആ ബസ്സിലെ ആ ഒരു കുടുംബശ്രീക്കാരുടെ കഫേലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, ആ ഭാഗത്തേക്ക് ഈ വെള്ളം ഒഴുകിച്ചെല്ലുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ആൾക്കാരായി കേട്ടോ. 3-4-5 കൊട്ടവഞ്ചികൾ ഇപ്പോഴിവിടെ സർവീസ് നടത്തുന്നുണ്ടേ. ഒരു സാറ് കൂടി ഇരിപ്പുണ്ട്. കൊട്ടവഞ്ചിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വേറെ എങ്ങനെയാ? എൻ്റെ പേര് ശാന്തകുമാർ. ആ, ഇവിടെ എത്രയാണ് ടിക്കറ്റൊക്കെ? ഇവിടെ ടിക്കറ്റ് ഷോർട്ട് 500 രൂപയും വെള്ളമുള്ളപ്പോൾ ലോങ് പോകുന്ന 900 രൂപയാണ്. അപ്പോൾ എവിടം വരെ പോകുന്നു? അത് 2 കിലോമീറ്റർ താഴെ ബാമ്പുകാട്ടിന്റെ മേളിൽ. ആ, നമ്മൾ ആ വരുന്ന വഴിക്കല്ലേ? ആ, ഊണ് കഴിക്കാനൊക്കെ കയറുന്നത് അവിടെ വരെ പോകും അല്ലേ? ആ, അത്രയും ദൂരം ഉണ്ടല്ലേ? അത്രയും ദൂരം. അപ്പോൾ ഇത് ഈ കൊട്ടവഞ്ചി ഒരു പ്രത്യേക രീതിയിലല്ലേ ഇതിന്റെ പരിപാടി? അതെങ്ങനെയാ ഇവിടെ ആരെങ്കിലും വന്ന് പരിശീലിപ്പിച്ച് എങ്ങനെയാ? ഇത് കർണാടകയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെ ഇത് പരിശീലിപ്പിച്ചായിരുന്നു. ഹൊഗനക്കൽ നിന്ന് വന്നിട്ട്. ഹൊഗനക്കൽ അല്ലേ? അവിടെ വന്നിട്ട് ഇത് പരിശീലനം. അവിടെ ഒരുപാടുണ്ട് ഇതല്ലേ? 2014 ഇത് തുടങ്ങുന്നത്. ഇവിടെ പരിശീലനം ചെയ്ത് 20 തൊഴിലാളികളുണ്ടായിരുന്നു. ഇപ്പൊ 26 തൊഴിലാളികളുണ്ട്. ഇപ്പൊ 26 തൊഴിലാളികൾ ഉണ്ടല്ലേ? എന്നും ആളുണ്ട്. ഇപ്പൊ അവധിയൊക്കെ ആകുമ്പോൾ നല്ലപോലെ ആളുണ്ടല്ലേ? ഇപ്പൊ നല്ല ആളുണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ടല്ലേ? വെള്ളം ഇല്ലാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. വെള്ളമുണ്ട്. നമുക്ക് ഈ ഷോട്ടിന് മാത്രമുള്ള വെള്ളം ഇവിടെ തടയാനായിട്ട് നിർത്തിയിരിക്കുക. അരമണിക്കൂർ സമയമാണ് ഷോട്ട് പോകുന്നത്. അരമണിക്കൂർ സമയമുള്ളല്ലേ? അല്ലെങ്കിൽ ആ ദൂരം പോകുന്ന എത്ര സമയം പിടിക്കായിരുന്നു? പിന്നെ അത് 2 കിലോമീറ്റർ ദൂരം പോകും. 2 കിലോമീറ്റർ ദൂരം പോലെ 1 മണിക്കൂറാവും പോയി തിരിച്ചു വരാൻ. അത്രയും വേണ്ട. സ്പീഡിൽ പോകുന്നു അല്ലേ? അങ്ങോട്ട് പോയിട്ട് അപ്പൊ ഇങ്ങോട്ട് വരെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങോട്ട് വെള്ളം ഒഴുക്കായതുകൊണ്ട്. ഇങ്ങോട്ട് വണ്ടിക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. വണ്ടിക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവിടെ വരെ അങ്ങോട്ട് പോയിരുന്നു. ഒഴുക്ക് അങ്ങോട്ടായതുകൊണ്ട്. ശരി എന്നാ. ഓക്കെ. ഈ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ള ഒരു നല്ല സ്ഥലമുണ്ട് ഇവിടെ. അവർ നോക്കുമ്പോൾ ഒരുപാട് ഫ്രെയിം കൊടുക്കാം. ഞാൻ തന്നെ നോക്കിയിട്ട് ഒത്തിരി കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫോട്ടോഗ്രാഫിയോട് അത്ര വലിയൊരു താല്പര്യമില്ല. നമ്മളീ കൂടുതൽ വീഡിയോയുടെ പരിപാടിയല്ലേ. അതുകൊണ്ട് വലിയൊരു രസമായിട്ട് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി പ്ലേസാണ് കേട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല കിടുക്കൻ ഫ്രെയിമാണേ. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്കിലൊക്കെ കണ്ടോ എത്ര നല്ല ഫ്രെയിമാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കി. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോഴും അത് കിട്ടുന്നുണ്ടേ. നമുക്കിവിടെ നിന്നൊരു വീഡിയോ ഒന്ന് അങ്ങോട്ടൊന്ന് കണ്ടു നോക്കാവേ. എന്നാ ഒരു സീനാന്ന് നോക്കി, എല്ലാ ആംബിയൻസിലാന്ന് നോക്കി. ആ കൊട്ടവഞ്ചി കിടക്കുന്നു, ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള കാഴ്ചകളുണ്ടല്ലോ, ഇത്ര ഗംഭീരമാണല്ലേ. ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കൊട്ടവഞ്ചി സവാരി വേറെ. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് കൊട്ടവഞ്ചി സവാരി വേണ്ടെന്ന് വെച്ചത്. ഒരാളും കൂടെ ഉണ്ടായിരുന്ന ഒരു കൊട്ടവഞ്ചി സവാരി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. അവിടെ ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടുവരാം.
എന്തായാലും നല്ലൊരു വൈബാട്ടോ ഇവിടെ. നമ്മുടെ ഹൈ റേഞ്ചിലൊന്നും കിട്ടാത്തൊരു വൈബ്, എന്താ ഒരു ആംബിയൻസൊക്കെ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ വനത്തിൻ്റെ ഭംഗിയും ഈ പുഴയും പിന്നെ ഇവിടുത്തെ കൊട്ടാവഞ്ചി സവാരിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. ഇന്നൊരുവിധം നല്ല രീതിയിൽ ഇവിടെ ഇപ്പോൾ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കണ്ടോ, എൻ്റെ ബാഗിൽ കണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെല്ലാം ഒരു ഭൂരിഭാഗം ആൾക്കാരും കൊട്ടവഞ്ചി സവാരിയൊക്കെ ആസ്വദിച്ചേ വരത്തുള്ളേ. ഇല്ലി വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ഗാർഡൻ ഉണ്ടേ, നമുക്കതൊന്ന് അപ്പുറത്തൂടെ പോയി കയറി കാണണം. കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഗാർഡനിലേക്കുള്ള ഒരു എൻട്രൻസ് കേട്ടോ. പലതരം ചെടികളുണ്ട്. കൂടുതലൊരു വെള്ളപ്പൂ ഇതുണ്ട്, ഇത് വരുന്ന അതാണ് കൂടുതലും. ഇല്ലി കണ്ടോ, കളറിട്ട് നിൽക്കുന്നു. കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത് കേട്ടോ. ഇതിലേ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിലൊരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ട്. നമുക്ക് താഴോട്ട് പോയി നോക്കാമേ. കണ്ടോ പൂക്കൾ. ഇതിനുള്ള നല്ല വൃത്തിയാക്കി അവർ കാടെല്ലാം കളഞ്ഞ് നല്ല ഭംഗിയിൽ ചെയ്തേക്കുവാണ്. ഏതെല്ലാം മോഡൽ ചെടിയാണ് ഉള്ളത് നോക്കി. അവിടെ നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ചാരു ബെഞ്ചുകളും മുളങ്കാടുകളും. നല്ല വെയിലുള്ളപ്പോൾ ഒക്കെ ഒരു നല്ല ഇതാണ് കേട്ടോ, തണുപ്പൊക്കെ കിട്ടും ഇവിടെ വന്നിരിക്കുക. പക്ഷേ ആൾക്കാർ കൂടുതലും ആ കൊട്ടവഞ്ചിയുടെ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പുറത്തോട്ട് വനഭംഗിയാണ്. ഇത് മൊത്തം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. അതുകൊണ്ട് ആൾക്കാർ ഇവിടെയൊക്കെ കൊടുന്ന് വൃത്തികേടാക്കി വെച്ചിരുന്നു കേട്ടോ. കടലപ്പൊതിയോ എന്തൊക്കെ പേപ്പറൊക്കെ വിട്ടിട്ടേച്ച് പോയിക്ക് നോക്കി. ഇതൊക്കെയാണ് മോശം എന്ന് പറയുന്നത്. ഇവിടെയുള്ള മഞ്ചിൻ്റെ കൂടും. അപ്പം നമുക്ക് ഇതാ ഇവിടെ കംപ്ലൈൻ്റ് ആയ കൊട്ടവഞ്ചികൾ ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. ചെമ്പകമൊക്കെ നോക്കുന്നുണ്ടേ. നല്ല ഇനം വാഗച്ചെടിയാണ്. ബട്ടർഫ്ലൈ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി കേട്ടോ. ഞാൻ കുറേ നേരം അവൻ്റെ പുറകെ നടക്കുന്നു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവനെന്നെ പറ്റിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മുളങ്കാടുണ്ടേ. ഇതിനകത്ത് ആളുണ്ടോയെന്ന് അറിയത്തില്ല. ആരും കയറി നോക്കാം. ആളുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ഒരു കൊട്ടവഞ്ചി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കതാ പുഴ കാണാവേ. പക്ഷെ പുഴയിൽ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ കാണാൻ ഇച്ചിരി കൂടെ നല്ലതായിരുന്നേ. ഓ ഇതിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടോ, ഭയങ്കര കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ ആൾക്കാർ ഇവിടെ വേറെ ഉള്ളതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്മാരെ ഇപ്പം കിട്ടി കേട്ടോ. ഒരുത്തനും കൂടെ താഴെ ഉണ്ടേ, അവനെ കൂടെ പിടിക്കണം. ഒരുത്തൻ ഇവിടെ ഇരുന്ന് തേൻ കുടിക്കുന്നുണ്ടേ. അവൻ കുറേ നേരമായിട്ട് എന്നെ പറ്റിക്കുകയാണ്. ഇപ്പോൾ അവന്മാർ 2-3 പേര് കൂടെ ഇട്ടു കേട്ടോ. എന്നെ പറ്റിച്ച് സ്ഥലം വിടാനുള്ള പരിപാടിയാണ്. പക്ഷെ ഞാൻ ഇവരുടെ പുറകെ നടക്കുക. ഇതുണ്ട് ഇവിടെ 2 പേരിരിക്കുന്നു. 2 പേര് തൂന്നുന്നുണ്ടോ. നമ്മളടുത്തോടെ ഇരുമ്പോൾ അവന്മാർ പോവേ. ഓടരുത് 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 ഓടരുത്. ശരിയാലേ 2-3 പൂമ്പാറ്റ ഉണ്ടായിരുന്നേ. അവന്മാർ ഇതിൻ്റെ തേൻ കുടിക്കാൻ പറ്റും. ഞാൻ അടുത്ത് വരുമ്പോൾ അവർ ഓടും. പിന്നെ പോവും. ഒരു തരത്തിന് നമുക്കൊരു 2-3 ഫോട്ടോയും കിട്ടി. കുറച്ച് നേരത്തേക്കുള്ള വീഡിയോയും കിട്ടിയേ. ഇതിനിവിടെ നിന്ന് അടിച്ച് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇപ്പോഴാണ് എൻ്റെ അടുത്ത് കിട്ടിയേ. ഇതിന് ഉറങ്ങിപ്പോയോ അറിയുന്നില്ലല്ലോ.
തേൻ കുടിക്കുന്നുണ്ട് അടിപൊളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വീട്ടിൽ നിന്ന് ഇറങ്ങി കുട്ടിക്കാനം വഴി വന്ന് മുണ്ടക്കയം വന്ന് എരുമേലി, റാന്നി, കോന്നി, അടവി, മണ്ണീറ വെള്ളച്ചാട്ടം ഇത്രയും കണ്ടു കേട്ടോ. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.